നമ്മുടെ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും വല്ലേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ അന്ന് ബിരിയാണി ഹണ്ടിങ് ചലഞ്ച് ചെയ്തപ്പോഴും അല്ലാതെ നമ്മൾ ബർഗർ ഹണ്ടിങ് ചലഞ്ച് ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ പ്ലം കേക്ക് ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ വന്ന ഒരു റിക്വസ്റ്റ് ആണ് മന്തി. ഗൈസ്, മന്തി ഫാൻ കമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ സൈഡിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ മന്തി ഫാൻ ആണ് ഗൈസ്. ഐ എം എ ബിരിയാണി ഫാൻ. അപ്പൊ മന്തി ഫാൻ ആൻഡ് ബിരിയാണി ഫാൻ. ബിരിയാണിയാണോ മന്തിയാണോ നല്ലേ? എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. എന്നാലും മീൻസ് കുറച്ചും കൂടി ഹെൽത്തി ഓപ്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി മൈനസ് ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ ബിരിയാണി കുറെ ഓയിലും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ മന്തി അത്രയല്ല. മന്തിയുടെ ചിക്കനൊക്കെ പുഴുങ്ങിയ ചിക്കൻ. അവിടെ പോയി ബിരിയാണി കഴിച്ചിടത്തോളം ബിരിയാണി വീർത്തു. എവിടെ പോയി കഴിച്ചപ്പോഴും കുറെ പട്ടയെല്ലാം കൂടിട്ട് നമ്മുടെ മൂന്നാർ അല്ല വാഗമൺ പോയി കഴിച്ചപ്പോഴും ഗൈസ്. അപ്പോ മന്തി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് അറബ് നാട്ടിൽ നിന്ന് വന്ന ഒരു ഫുഡാണ് സുഹൃത്തുക്കളെ. അപ്പൊ മന്തിക്ക് ഫാൻസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. മന്തി നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു ഫുഡായി മാറിയിരിക്കുകയാണ്. ഇപ്പം ഒരു നേരം കഴിക്കാം. അങ്ങനെയൊന്നുമില്ല. മന്തി രാവിലെ എണീറ്റും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മന്തി കഴിക്കുന്നവരുണ്ട്. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മന്തി, ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ മന്തി, ടർഫില് ഫുട്ബോൾ കളിക്കാൻ പോയാൽ മന്തി, മന്തിയും മന്തിയും മന്തി ഗൈസ്. നിനക്കും ഇഷ്ടോ മന്തി? നീ ഒരു മന്തി. എന്റെ പൊറോഷൻ സ്പൈഡർമാൻ. അപ്പൊ ഗൈസ്, അപ്പോ നമ്മൾ ഇന്ന് മന്തി, ബെസ്റ്റ് മന്തി ഇൻ അവർ സിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അത് ഇച്ചിരി ആയിട്ടും പാടുപെടും. കാരണം കഴക്കൂട്ടം മൊത്തവും മന്തിക്കടകളാ. അല്ല, അതുകൊണ്ട് പാടില്ല വാങ്ങാനേ. ഒരു ജംഗ്ഷനിൽ തന്നെ ഇപ്പൊ എന്തോരം മന്തി കടയാണ്. ഒരു മന്തി കടയെന്ന് വണ്ടിയിൽ പോലും പോണ്ട, ഒരു മന്തി കട കേറിയിട്ട് അപ്പുറത്തോട് നടന്നു പോവാം. അത്ര അടുത്ത് മുക്കിന് നമുക്ക് മന്തി കടയായി. കുഴിമന്തി, യമൻ മന്തി കുഴിമന്തി ഒക്കെ ഒന്നാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളിന്ന് കുഴിമന്തി, നമ്മളെ ബെസ്റ്റ് കുഴിമന്തി ഇൻ അവർ സിറ്റി ഗൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ 4 സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ മന്തിക്കും നമ്മൾ മാർക്ക് ഇടാൻ വേണ്ടത്. 5 സ്റ്റാറിലായിരിക്കും മാർക്ക് ഇടുന്നത്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടേസ്റ്റ്, പിന്നെ ഓവറോൾ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇതെല്ലാം കൂടി വെച്ച് 5 ഘടകം വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ മന്തിക്കും മാർക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. അല്ലേ മൃദുലേ? അപ്പം അന്നത്തെ പോലെ തന്നെയാണ്. ഞാൻ വാങ്ങും, നീ എന്റെ വില ഗസ് ചെയ്യണം. വില അതിനകത്ത് കാണും. ഗസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസുകൾ എന്തെങ്കിലും ക്യാഷ് തരാം എന്ന് വേണം നീ പറഞ്ഞാൽ മതി. ഗൈസ്, അപ്പൊ മൃദുല ജെമിനിയുടെ അടുത്ത് കുറച്ച് ഡൗട്ട് ചോദിക്കാട്ടോ. ഒരു മന്തി ഫാൻ ഗേൾ എന്നുള്ള നിലയിൽ കുറച്ച് ഡൗട്ടുകൾ. നീ ഫാൻ ബോയ് അല്ലേ? ചോദിക്കട്ടെ. ഹായ് ജെമിനി, ഈ മന്തി കണ്ടുപിടിച്ചത് ആരാണ്? മന്തി യഥാർത്ഥത്തിൽ യമനിലെ ഹദ്രമൗത്ത് മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പരമ്പരാഗത വിഭവമാണ്. ആരാണിത് ആദ്യമായി ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഒരുപാട് കാലങ്ങളായി അറേബ്യൻ പെനിൻസുലയിലെ പ്രധാന വിഭവമാണ്. നിങ്ങൾക്ക് മന്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? അറിയണം. ഇന്ത്യയിൽ ഇത് ആദ്യമായി എവിടാണ് വന്നത്? ആരാണ് കൊണ്ടുവന്നത്? ആരാണ് ഉണ്ടാക്കിയത്? ഇന്ത്യയിൽ മന്തിയുടെ പ്രചാരം വർദ്ധിച്ചു വരികയാണ്, പ്രത്യേകിച്ച് ഹൈദരാബാദ് പോലുള്ള വലിയ നഗരങ്ങളിൽ. കൃത്യമായി ആരാണിത് ആദ്യമായി കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് വിവരങ്ങളില്ലെങ്കിലും അറേബ്യൻ വിഭവങ്ങളോടുള്ള താല്പര്യം കൊണ്ടും പുതിയ രുചികൾ പരീക്ഷിക്കാനുള്ള ആളുകളുടെ ആഗ്രഹം കൊണ്ടുമാണ് ഇത് പ്രശസ്തമായത്. അപ്പം യമനിലാണ്. അതാണല്ലോ യമൻ മന്തി എന്ന് പറഞ്ഞാൽ. യമനിലാണ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. മന്തി അറബ് ഫുഡാണെന്ന് അറിയാം. ഞാൻ വിചാരിച്ചു അറബ് കൺട്രീസ് ആയിരുന്നു. യമൻ ആണ് ആദ്യമായിട്ട്. യമൻ അറബ് കൺട്രി ആണല്ലോ. അല്ല, എന്നാലും യമനാണ് ആദ്യം മന്തി കണ്ടുപിടിച്ചെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നല്ല മന്തി ഏറ്റവും അടിപൊളിയായിട്ട് കഴിക്കണമെങ്കിൽ യമനിൽ പോകണം അല്ലേ? അപ്പൊ ഗൈസ്, നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ചലഞ്ചിൽ നമ്മളോട് അമ്മയുണ്ട്. അമ്മ അമ്പൂട്ടനെ ഇവിടെ ഇരിക്കും. ഞാനും മൃദുലയും പോയി മന്തി വാങ്ങിച്ചിട്ട് വരും. മൃദുലയ്ക്ക് പ്രൈസ് അറിയത്തില്ല, ഞാനായിരിക്കും പോയി വാങ്ങുന്നത്. ഞാൻ കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഡ്രൈവറായിട്ട് പോവാം. അമ്പൂട്ട ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഓടിക്കാൻ. എവിടെ കൂടെ വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി ഓടിക്കാം. അപ്പൊ അടങ്ങി ഒന്നും കൂടി ഇരിക്കണം. നമ്മൾ പോയിട്ട് വരാം. ഓക്കെ, നിനക്ക് ഉമ്മയെങ്കിൽ മന്തി തരാം. ഓക്കെ, കേട്ടോ? അപ്പോ നമ്മളിതേ കുറെ ഷോപ്പിൽ കയറി നമ്മള് മന്തി വാങ്ങിച്ചത് ടേബിളിന്റെ മണ്ടയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അത്യാവശ്യം ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡ് അല്ലെ, അത്യാവശ്യം ടോപ്പ്. പക്ഷെ നമ്മുടെ ഇവിടെ സിറ്റിയിലുള്ള ഏറ്റവും പേര് കേട്ട കുറെ മന്തിയുണ്ട്, കുറെ ഷോപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലായിടത്തും കയറിയില്ല. യൂഷ്വലി എല്ലായിടത്തും തിരക്കും. അത്യാവശ്യം നമ്മുടെ സിറ്റിയിൽ അറിയാമല്ലോ, മന്തിയുടെ അവിടെ കൊള്ളാന്ന് പറയുമ്പോൾ. അപ്പൊ അതുപോലത്തെ കുറച്ച് നമ്മുടെ സിറ്റിയിലെ ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ഷോപ്പിൽ നിന്നാണ് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് സാധനം എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാം
ചിക്കൻ മന്തിയാണ്. നമ്മൾ ചിക്കനാണ് ടേസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരിടത്ത് ചിക്കൻ ബീഫ് അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം കഴിച്ചിട്ടുള്ള ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും 5 സ്റ്റാർ മാർക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ തുടങ്ങുമല്ലേ? ലെറ്റ്സ് ഗോ. അമ്പോ മണ്ടി ഇന്ന് റെഡിയാണോ? അമ്മച്ചിയും മോളും അപ്പുറം അപ്പുറം വന്ന് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ഇങ്ങനെയാണ്. നമ്മള് മന്തി കഴിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് വില ഗസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്വാർട്ടർ മന്തിക്ക് 350 രൂപയാണെന്ന് വെച്ചോ, അപ്പൊ അല്ലെങ്കിൽ 349 രൂപയാണെന്ന് വെച്ചോ, നിങ്ങൾ 350 പറയുകയാണെങ്കിൽ തരും, 340 പറയുകയാണെങ്കിലും തരും. മനസ്സിലായില്ലേ? ഇപ്പൊ ആ ഒരു 10ന്റെ ഇടയ്ക്ക് നിൽക്കുന്ന സാധനം അങ്ങനെ പറയണെങ്കിൽ ഞാൻ സബ്സിഡി തരും. മന്തിയുടെ പ്രൈസ് നിങ്ങൾക്ക് ഗൂഗിൾ പേ തരും. ആ മന്തിയുടെ പ്രൈസ് എത്ര രൂപയാണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു മന്തി തിന്നെ, ആ മന്തി തിന്നെ കാശ് ഞാൻ തരുക. ഓക്കെ അമ്പോ ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ തുടങ്ങണം ഗൈസ്. അപ്പം ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ബ്രാൻഡ് മന്തി കിങ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഞാൻ വില ആദ്യമേ അങ്ങ് മാറ്റട്ടെ, ബില്ല് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അൺബോക്സ് ചെയ്യാം. എടുത്ത് മാറ്റിക്കും. ചട്നി ഉണ്ട്. നിങ്ങളെല്ലാം വെച്ച് വില ഗസ് ചെയ്യണം കേട്ടോ. അവരുടെ പാക്കിങ് മാർക്ക് ഇടുന്നതും എല്ലാം കൂടി വെച്ചിട്ട് വേണം മാർക്ക് ഇടാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഹാഫ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഓ ഇത് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ് കേട്ടോ. ഇതിപ്പോ ഇതിന്റെ നേർപ്പാതി വിലയായിരിക്കും എടുക്കണം, കാരണം നമ്മൾ ക്വാർട്ടർ ആണ് എല്ലായിടത്തും പറഞ്ഞത്, പക്ഷെ ഇവിടെ പറഞ്ഞത് നമ്മൾ ഹാഫ് ആയിപ്പോയി. ഹാഫിനാണ് റേഞ്ച് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മൈനസ് ഹാഫ് ചെയ്താൽ നമുക്ക് ക്വാർട്ടറിന്റെ പ്രൈസ് കിട്ടുമല്ലോ. അത് കണ്ട നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് പിന്നെ ഇതാണ് കേട്ടോ, ക്വാർട്ടർ ഹാഫ് ആണ്. അത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. മന്തി കഴിക്കാൻ ഇഷ്ടമാണല്ലോ, പിന്നെന്താ വില അറിയാത്തെ? വിലയില്ല ഇപ്പൊ പറഞ്ഞു തന്നെ. അതൊക്കെ പറയണം. ഓ ജമുക്കും പീസ് നോക്ക്. മന്തി ഗൈസ്, അമ്പൂട്ടനെ നമ്മൾ മെല്ലെ അങ്ങോട്ട് പാക്കപ്പ് ചെയ്തു. നടക്കത്തില്ല കേട്ടോ വെച്ചോണ്ട്. നമുക്ക് ഇടയ്ക്ക് വിളിക്കാം വരെ, ഇടയ്ക്കൊക്കെ വിളിക്കാം, അത് നടക്കത്തുള്ളൂ. അമ്പൂട്ടുള്ളതുകൊണ്ട് ടേസ്റ്റ് ചെയ്തോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് മന്തി കിങ് ആണ്. അപ്പം അവര് കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത്. വെജിറ്റബിൾസിന്റെ ഇത്രയുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് മുഖ്യമാണ് മന്തിക്ക്. ഇഷ്ടം. ഞാൻ മൈനേഴ്സ് കൂട്ടില്ല, എനിക്ക് ഇതാണ് ഇഷ്ടം. അല്ല, കഴിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ മൈനസിന്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് വേണം. പിന്നെ നമ്മൾ കഴിക്കുന്നതൊക്കെയല്ല, നമ്മളിതൊരു റിവ്യൂ ചെയ്യുവാണ്. ഇത് ചിക്കൻ വന്നേക്കുന്ന ഹാഫ് അല്ലേ? ചിക്കൻ ഹാഫ്. ഇതിന്റെ ക്വാർട്ടർ ആണ്, ഞാൻ എല്ലായിടത്തും ക്വാർട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹാഫ് ആയി പോയതാ. അപ്പൊ ഇതിന്റെ നേർ പാതി ആയിരിക്കും നമ്മൾ വിലയായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിച്ചു നോക്കിയ ക്വാളിറ്റി, റൈസിന്റെ ക്വാളിറ്റി, ചിക്കന്റെ ക്വാളിറ്റി. കഴിക്കട്ടെ? ഫ്ലാഷ് ബാക്ക്. ഞാൻ മയണൈസ് കൂട്ടില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അടിപൊളി മയോ. ഞാൻ മയണൈസ് കൂട്ടില്ല. അല്ല ഞാൻ കഴിച്ചോളാം, നീ ഇത് കഴിച്ച്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. വലിയ എണ്ണയില്ല, നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മളെ ലെഗ് മീൻസ് ചിക്കൻ കഴിച്ചു നോക്ക്. ചിക്കൻ സോഫ്റ്റ് ആണോ? നല്ല സോഫ്റ്റ്. ചിലയിടത്തെ മന്തി പീസ് ഭയങ്കര ഹാർഡാ. ഞാൻ കഴിച്ചോട്ടെ പീസ്. മന്തി കിങ്. ഇറ്റ്സ് കിങ്. ഇറ്റ്സ് കിങ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? സോഫ്റ്റ് സോഫ്റ്റ്, നല്ല ഫ്ലേവർ. നീ ഇതൊക്കെ വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ജ്യൂസി ചിക്കൻ, നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ. എന്ത് പറയണ, അടിപൊളി. ഇതെങ്ങനെയുണ്ട്? എല്ലാം ചിലയിടത്ത് എരിയില്ല, ചിലയിടത്ത് കുറച്ച് സ്പൈസിയാ. എനിക്ക് കുറച്ചുകൂടി സ്പൈസി ഒക്കെ ടേസ്റ്റ് ഉണ്ട്. എന്നാലും പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. എരി വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. അമ്പുവിനെ അമ്മ ഫീഡ് ചെയ്യും അവിടെ, നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് എപ്പോഴേലും വിളിക്കും അല്ലേ? അത് നടക്കും. അമ്പു ഭയങ്കര അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം മാർക്ക് പറ, വില പറ. അത് സ്റ്റാർ ചെയ്യണോ വില പറയണോ? അല്ല, വിലയും കൂടി വെച്ചിട്ട് വേണം സ്റ്റാർ ചെയ്യാൻ. അതിലെ അവിടെ പ്രൈസ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ടേസ്റ്റ്. ഇപ്പം ഇതിനെല്ലാം കൂടെ ചേർത്ത് ക്വാർട്ടർ ആണെങ്കിൽ അല്ലേ, ക്വാർട്ടർ ആണെങ്കിൽ ഒരു 230. 230. 375 പാതി എത്ര? 375 പാതി, 300 പാതി 150, 75 പാതി 30. കണക്ക് പറയുന്നില്ല. കണക്ക് നോക്കാം. ഫോൺ ഇവിടെ എത്രയാണ് മോളെ? ഞാൻ എത്ര പറഞ്ഞു? 230. 187 രൂപയുള്ളൂ. ഈ മന്തി എന്താന്ന് അറിയാമോ? എല്ലാരും ഇങ്ങനെ ഇത്രയും, ഒന്നാമത്തെ കാര്യം പ്രൈസും കൂടിയാ. ഞാൻ നോർമലി നമ്മളിപ്പോ ഒരു ഫ്രൈഡ് റൈസോ ഒരു ചില്ലി ചിക്കനോ പറയുന്നത് അതിന്റെ കൂടെ സ്പെഷ്യൽ ഒക്കെ ആഡ് ചെയ്ത് കറയണം എങ്ങനെ ഒരു 300 രൂപ 250 രൂപ ഒക്കെ ആവും നല്ല അടുത്തുനിന്ന്. പക്ഷെ മന്തി എന്ന് പറയുമ്പോൾ
ടേസ്റ്റും ആണ്, പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ആളുകൾ കഴിക്കുകയും ചെയ്യാൻ പ്രൈസും കുറവാണ്. അതുകൊണ്ടാണ് പലരും മന്തി ഇങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്. ചിലടത്ത് എക്സ്ട്രാ റൈസ് കൊടുക്കൂലേ? ചിലടത്ത് അൺലിമിറ്റഡ് റൈസ് കൊടുക്കുന്നവരുണ്ട്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല നല്ല ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ടേസ്റ്റ് എല്ലാം വെച്ചിട്ട് എത്ര കൊടുക്കണം? ഇതിന്റെ രണ്ടിന്റെയും ക്വാളിറ്റി, പിന്നെ എനിക്ക് നമുക്കൊരു 5-ൽ 4.5 കൊടുക്കാം. അത്രയും കൊടുക്കാം അല്ലേ? കൊടുക്കാം. 5 കൊടുക്കാതെ വേറെ ഒന്നും കൂടെ നമ്മൾ മറ്റുള്ളതൊന്നും കമ്പയർ ചെയ്തില്ല. 5-ൽ 4.5. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത മന്തി വരട്ടെ. സൂപ്പർ സാധനം. അപ്പൊ പൈസ ഇല്ല കേട്ടോ. അപ്പൊ 157 കിട്ടിയാനെ. ഞാൻ 230 പറഞ്ഞപ്പോ അത്രയൊന്നും ഇല്ല. അപ്പൊ മന്തിയൊക്കെ ലാഭം. വിശന്നിരുന്നിട്ടേ ഇച്ചിരി മന്തി കിട്ടിപ്പോ ഇച്ചിരി ആശ്വാസമായില്ലേ? അമ്മയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അമ്മ ചെറുക്കൻ സമ്മതിക്കുന്നില്ല കേട്ടോ. സമ്മതിക്കുന്നില്ല. ഇപ്പൊ അമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല. അതെ അതെ അതെ, അല്ലെങ്കിൽ നമുക്ക് മറക്കത്തില്ല. അപ്പൊ അടുത്തത് പറട്ടെ. കൈ കഴുകുന്നില്ല, കൈ ചടപടാന്ന് അടുത്തത് പറട്ടെ. നമ്മുടെ ട്രിവാൻഡ്രംകാരുടെയൊക്കെ ഏറ്റവും വലിയൊരു മിക്കപ്പോഴും എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുള്ള ബ്രാൻഡായിരിക്കും സംസം. അപ്പൊ സംസമിലെ ഒരു വട്ടെങ്കിലും അവിടെ കയറിയിട്ടുണ്ടായിരിക്കും. എനിക്ക് അവിടുത്തെ ഷവായിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഷവായി പണ്ട് ഞാനും പഠിക്കുന്ന സമയത്ത് കയറുമായിരുന്നു. ഇപ്പോഴും അവർ അടിപൊളിയാണ്. നമ്മളും പണ്ട് വരുമ്പോ കയറുമായിരുന്നു. അപ്പൊ ഇവരുടെ മന്തി എങ്ങനെയാണെന്ന് നോക്കാല്ലോ. പക്ഷെ ഇത് ഷവായി മന്തിയാണ് കേട്ടോ. നമ്മളെപ്പോഴും കുഴിമന്തിയാണ് എടുക്കണത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷവായി മന്തി, അവിടെ ഷവായി മന്തി ഉള്ളൂ, കുഴിമന്തി ഇല്ല. അപ്പൊ നമ്മളിത് ഈ ഒരു കമ്പാരിസണിൽ അത് പെടുത്തണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ആഗ്രഹം, എനിക്കത് കഴിക്കണമെന്ന്. റൈസൊക്കെ സെയിം ആണല്ലോ. എന്തായാലും അവിടുത്തെ റൈസ് ബിരിയാണി പാക്കിംഗ്. പക്ഷെ മന്തി എത്രയായാലും ആ കവറിൽ തിന്ന് ആ കവറിൽ കണ്ടാലും ഒരു മന്തിയാണെന്നുള്ളൊരു ഫീല് വരത്തുള്ളൂ. എന്തൊക്കെ കൂടെ വരുന്നുണ്ട്? കൂടെ നമുക്ക് അച്ചാറ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ബില്ല് മാറ്റിട്ട് ഗൈസ്. അതിനകത്ത് അറിയത്തില്ല ബില്ല്. ഇതിനകത്ത് ബില്ലില്ല കേട്ടോ. ബില്ല് എന്റെ പോക്കറ്റില്ല. ഞാൻ വിചാരിച്ചത് ബില്ലല്ല, അവിടുത്തെ ടോക്കൺ നമ്പരാ. ക്യൂ നിൽക്കുന്നു. ചിക്കൻ വെച്ചോളൂ. ചിക്കൻ കുട്ടി പീസ് ഇല്ലേ? ഇതിന് ലെഗാണ്. ചെറുതായിട്ട് ഇവിടെ ഇവിടെ കരിഞ്ഞിട്ട് ആക്ച്വലി ബേണുണ്ട്. തട്ടട്ടെ, മതിയല്ലോ. നമുക്ക് ഒന്നിച്ച് ടേസ്റ്റ് ചെയ്യാം. ഒന്നിച്ചാ മൈനസ് ഒന്നും ഒഴിക്കണ്ട. ആദ്യം റൈസിന്റെ ഫ്ലേവർ നോക്കാം. ഓക്കെ, റൈസ് ഇസ് ഡിസപ്പോയിന്റഡ് ഗൈസ്. റൈസിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഇല്ല. എന്തോ ഒരു ഫ്ലേവറും ഇല്ല. റൈസ് എത്ര പോലെ. റൈസില് ഒരു മന്തിയുടെ ഒരു സാധനം ഇല്ല. ഒരു കഞ്ഞവെള്ളത്തിന്റെ മന്തി കഴിക്കുന്ന ഒരു ഫീൽ ഇല്ല. പിന്നെ ഈ തക്കാളി ഇട്ടേക്കുന്നതിന്റെ ചെറിയൊരു പുളിയുണ്ട്. ചെറിയൊരു പുളി. തക്കാളി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് പറ്റി ഞാൻ പ്രതീക്ഷയോടെ വാങ്ങിച്ചതാ. പക്ഷെ അങ്ങനല്ല, റൈസിന് എത്ര ഫ്ലേവർ ഇല്ല. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തക്കാളി സാധനം അതും പുളി, തക്കാളിയുടെ പുളി മാത്രമേ അറിയുന്നുള്ളൂ, വേറെ ഒന്നും അറിയുന്നില്ല. ഇത് നോക്ക്, ഡേറ്റ്സ് നോക്ക്. ചിലപ്പോൾ ഡേറ്റ്സ് ഇട്ട് തിന്നുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലോ. നിന്നിലാണ് അവസാനത്തെ പ്രതീക്ഷ എന്നല്ലേ. മയനൈസ് ഉണ്ട് കേട്ടോ. ഡേറ്റ്സ് ഇട്ട് ടേസ്റ്റ് ചെയ്യുക. ഡേറ്റ്സ് കൊള്ളാം. ഡേറ്റ്സ് ഇട്ട് കഴിക്കാൻ കൊള്ളാം. ഡേറ്റ്സ് കൊള്ളാം. ഇനി നമുക്ക് അടുത്ത ചിക്കനിലോട്ട് പോകാം. മയ നമ്മൾ നോക്കുന്നില്ല കേട്ടോ. വേണ്ട, ഇച്ചിരി ഓയിലി കേട്ടോ. കഴിയട്ടെ. മൃദുല അത്ര ഇത് ഷവായി ഫാനാണോ? ഷവായി ഇഷ്ടമാണല്ലോ. അൽഫാം ഇഷ്ടമല്ല, ഷവായി ഇഷ്ടമാണ്. ഷവായി വലിയ കുഴപ്പമില്ല. അവിടുത്തെ ഷവായി അല്ലെങ്കിൽ ടോപ്പാ. പക്ഷെ കുറച്ച് ബേണ്ടായിട്ടുണ്ട് ഈ സൈഡൊക്കെ. കരിഞ്ഞട അത്ര ഇഷ്ടമല്ല. അതും കഴിക്കാൻ കൊള്ളാം. പുറം കഴിക്കുമ്പോൾ ഓവർ മസാല ഫീൽ ചെയ്യുന്നു എനിക്ക്. എനിക്ക് ഷവായി കൊള്ളാം കേട്ടോ. റൈസിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് ഷവായി. പക്ഷെ പുറം ഇച്ചിരി ബേൺ ആയി പോയി. പിന്നെ ഇച്ചിരി മസാല കൂടി നിൽക്കുന്നുണ്ട്. ഡേറ്റ്സ് കൊള്ളാം. ഡേറ്റ്സ് അടിപൊളി കേട്ടോ. അത് അടിപൊളി. ഡേറ്റ്സ് ആയിട്ട് കഴിക്കാൻ പൊളി. അത് ടൊമാറ്റോ ചട്നി കൊള്ളൂല. ആ ഡേറ്റ്സും അതിന്റെ കൂടെ ഒരു പീസും കൂടി എടുത്തിട്ടേ ഒന്ന് ഇളക്കി ഞാൻ മൃദുലേക്ക് ഒരു വാരി കൊടുക്കുന്നുണ്ട്. ഒരു ഇതെടുത്ത ഷോർട്സ് എടുത്തായിരുന്നു. സെയിം അതുപോലത്തെ അവസ്ഥ. നമ്മൾ വാരി കൊടുക്കുന്ന വാ മൊത്തം കൈസ് അവർ കറക്റ്റായിട്ട് വരുന്നത്. പക്ഷെ മുടിയിലൊക്കെ വേണം കേട്ടോ. സോറി, ഞാൻ വാരി കൊടുക്കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അല്ലെ, സത്യം പറയാലോ, ഇത്രയും കഴിച്ചപ്പോഴും ആ ഡേറ്റ്സിന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. റൈസിന് ഒരു ഫ്ലേവറും പ്രത്യേകിച്ച് ഒന്നുമില്ല. ശരി, തക്കാളിയുടെ പുളി. ഇനി വില കസ് ചെയ്യാം. ക്വാർട്ടറല്ലേ? ക്വാർട്ടറാണ്. സോ ഒരു 200 ഗൈസ്. 246 രൂപ. അതപേക്ഷിച്ച് നമ്മുടെ മന്തിക്കിങ്ങിലേ നല്ലത്. എടാ ഇതിന്റെ ക്വാർട്ടർ അതിന് ഷവായി ആയതുകൊണ്ടാണോ ഇച്ചിരി റേറ്റ് കൂടിയത്? മേ ബി ആയിരിക്കാം. അല്ല, ഷവായി മന്തിയാണിത്. ഷവായി മന്തി അങ്ങനെ ക്വാർട്ടർ ഇതിന് സെപ്പറേറ്റ് അല്ല. അങ്ങനെയില്ല. ഷവായി മന്തി 246 രൂപ. പ്രൈസ് ഇച്ചിരി എനിക്ക് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇച്ചിരി അല്ല, ഇച്ചിരി അധികം. കാരണം റൈസിന് എത്ര ക്വാണ്ടിറ്റി ഇല്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ഇതായിട്ട് നോക്കുമ്പോൾ റൈസിന് ഫ്ലേവർ കുറവാണ്. മന്തി കഴിക്കുന്ന ഒരു ഫീൽ ഇല്ല. അപ്പം
എന്റെ ഇതിലൊരു 3 അല്ലേ? 2 മതിയോ? അതിന്റെ ആവശ്യമുള്ളൂ. പാക്കിംഗ് തൊട്ടേ പോയി. എനിക്ക് മറ്റേതൂടെ കഴിച്ചത് കൊണ്ട് ഇത് മന്തി അല്ല കേട്ടോ, ഇത് മന്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു ഷവായി കാറ്റഗറി വരുന്ന, പക്ഷെ എന്നാലും നമ്മളെ ക്വാണ്ടിറ്റിയും നമ്മൾ നേരത്തെ കഴിച്ചതും കൂടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 5-ൽ നമുക്കൊരു 2 സ്റ്റാർ കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തത് പറട്ടെ. ഓക്കെ 3. എടാ ഇതിലും പൈസ ഇല്ല. ഇതിലും പൈസ ഇല്ല. ഞാൻ അറിഞ്ഞു ഇത് 240 ഇവർ ഇടുമെന്ന് ഞാൻ അറിഞ്ഞോ. അപ്പൊ അടുത്തത് പറട്ടെ. നമ്മൾ എപ്പോഴും പോയി കഴിക്കുന്ന ഒരു ഷോപ്പാണ് എന്റെ ഫേവറേറ്റ് മന്തി. അവിടുത്തെ ബില്ലങ്ങ് എടുക്കട്ടെ ആദ്യം. ഒരു മിനിറ്റ്, അങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കിയില്ല. ബില്ല് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. മറച്ചൊക്കെ വെച്ചപ്പോ ഞാൻ എത്തി നോക്കി പറയരുത്. ഇല്ല. ഓക്കെ, ഇവിടെ വെജിറ്റബിൾസ് ഇല്ല കേട്ടോ. വെജിറ്റബിൾസ് ഇല്ലായിരുന്നു. വെജിറ്റബിൾസ് ഇല്ല. അതുമല്ല മന്തിക്കകത്ത് തന്നെ റൈസും തന്നേക്കുന്നത്. ഓ, 2 സെപ്പറേറ്റ്. അത് കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല. പക്ഷേ വെജിറ്റബിൾസ് ആവാമായിരുന്നു, കാരണം വെജിറ്റബിൾസ് വേണം. ബാലൻസ്ഡ് ഡയറ്റ് ആവണമെങ്കിൽ വെജിറ്റബിൾസ് വേണം. അതെ. അവരും വെജിറ്റബിൾസ് ഒന്നുമില്ലായിരുന്നല്ലോ, സംസന്മാരും. ആന്നില്ല. നമ്മൾ ഷവായ ആയാലും എന്തായാലും മിക്കയിടത്തും ഈ കുക്കുംബർ ഉപ്പിലിട്ട സാധനം തരണമല്ലോ. മതി റൈസ് മതി. ഇവരുടെ മെയിൻ എന്താ പറയുമോ, ഇഷ്ടം പോലെ ഏലക്കയാണ്. ഏലക്ക നുള്ളി പിറകെ എടുത്ത ഇഷ്ടം പോലെ കാണാം. ടേസ്റ്റ് അറിയാം, എന്നാലും ഇതിന്റെ മൊത്തത്തിൽ കഴിക്കുമ്പോൾ വ്യത്യാസം കറക്റ്റ് അറിയാൻ പറ്റും. ഏലക്ക മന്തി ഇന്ന് ഇച്ചിരി ഏലക്ക കൂടി പോയിട്ടോ. ഏലക്ക ഇന്ന് ഇച്ചിരി ഷെഫിനിട്ടത് കൂടി പോയത്. ഏലക്കയുടെ ഫ്ലേവർ. അതെ, ഷെഫിന് അറിയാതെ കൈതട്ടി പോയതാ. എന്നും ഇങ്ങനെ വരാറില്ല. ചട്നി ഈ സാധനം പലരും എടുക്കാറില്ല. മൈനസ് എടുക്കുന്നുണ്ടോ? എടുക്കും. നമുക്ക് നേരത്തെ മൈനസ് അങ്ങോട്ട് കൂട്ടാനായിട്ട് തോന്നിയില്ല. ഞാൻ മൈനസ് കൂട്ടില്ല. അതെ, ആ റൈസിന്റെ ഒരു ഫ്ലേവർ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അധികം കഴിക്കാൻ തോന്നില്ല. തട്ടിക്കോ. മൈനസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി മതി. തിക്ക് മൈനസ് അല്ലേ? ഇനി ചിക്കൻ കഴിച്ചോ. ചിക്കനും റൈസും കൂടി ഇട്ട് കഴിച്ചോ. ചിക്കൻ മാത്രം കഴിച്ചോ. ചിക്കനിന് സോഫ്റ്റ്നെസ് അറിയാലോ. എപ്പടി നൈസാ ഇരിക്കാ? സോഫ്റ്റ്. പക്ഷെ ആദ്യം കഴിച്ചിട്ട് അത്രയില്ല. സോഫ്റ്റ് ആണ്. ഫ്ലേവർ നോക്കുവാണെങ്കിൽ എനിക്ക് ആദ്യം കഴിച്ചത് അടിപൊളിയായിട്ട് തോന്നുന്നു, ഇല്ലേ? റൈസിന് കുരുമുളകിൻ്റെ ഏലക്കട. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. തക്കാളി ചട്നി. ഇനി വില കസി ഞാൻ മൈനസും കൂടെ നോക്കട്ടെ. എടാ ഇതും കൂടി നിങ്ങൾക്ക് ആർക്കും പൈസ വേണ്ടേ? അമ്മയെ വിളിക്കാം കേട്ടോ. അമ്മയാണ് വിളി. ഇത് 170. 170. ഓഹോ, അമ്മ വിളിച്ചോ. കാരണം മന്തി മനസ്സിലാണല്ലോ. അമ്മ കഴിച്ചു നോക്ക്. മന്തിയെ പറ്റി, മന്തിയുടെ ഉത്ഭവം എവിടെ അറിയത്തില്ല. അറബ് നാട്ടീന്ന് അറിയത്തില്ലേ? വാ, കൊള്ളാമോ? ചിക്കൻ കഴിച്ചു നോക്ക്. ഈ ഒരു ലെഗ് പീസും ഈ ഇരിക്കുന്ന റൈസും ഇത്രയും കൂടി ഉണ്ട്. പിന്നെ ദാണ്ട ഈ ഒരു സാധനം ഉണ്ട്, ഇതുണ്ട്. ഇതെല്ലാം കൂടി എത്ര രൂപ ആയിരിക്കും? 180. ഓക്കെ, മൃദുല പറഞ്ഞത് 170. ഓക്കെ, എന്നാ നോക്കിയോ. 201. അമ്മ 180 പറഞ്ഞില്ലേ? ഒരു 10 കൂടി പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് കൊടുക്കായിരുന്നു. ഏകദേശം ഒരു 350 രൂപ ആവത്തോളം. അതിന്റെ അത് പലരും പലയിടത്തും പല വില. ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ്. ഞാൻ നേരത്തെ കൊണ്ട് തന്നതിനേക്കാളും ടേസ്റ്റ് ഇല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോകാം. അപ്പൊ അമ്പൂട്ടനും അമ്മയും പോയി. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിന് വരുന്ന പ്രൈസ് 200 രൂപയാണ്. അപ്പം നമുക്ക് ഇനി വെജിറ്റബിൾസ് ആവാമായിരുന്നു. പിന്നെ റൈസിന് കുറച്ച് ഏലക്കയുടെ ഫ്ലേവർ കൂടുതലുണ്ട്. അത് കുറയ്ക്കാൻ പറ്റും. പിന്നെ റൈസിന് ഒട്ടും ഓയിലില്ല. റൈസ് നല്ലതാണ്, ചിക്കന് നല്ല സോഫ്റ്റ് ആണ്, ഓക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച ചിക്കൻ്റെ അത്രയും ഫ്ലേവറിനകത്ത് വന്നിട്ടില്ല, എന്നാലും ഓക്കെയാണ്. അപ്പൊ ഇതിനൊരു നമുക്കൊരു പോയിന്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഇടാം. 3.5 കൊടുത്താലോ? 3.5 കൊടുക്കാം. അപ്പം 5 സ്റ്റാർ നമ്മൾ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 സ്റ്റാർ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കഴിച്ചതിന് വേണം നമുക്ക് 5 കൊടുക്കാൻ തോന്നുന്നു. ലാസ്റ്റ് നമുക്ക് നമ്മൾ ആദ്യം കഴിച്ചതായോണ്ടാണ് നമ്മൾ അങ്ങനെ നിർത്തിയത്. ചില ടീച്ചർമാര് ഫുൾ മാർക്ക് വാങ്ങിച്ചാൽ 1 മാർക്ക് കുറയ്ക്കും. കണ്ണ് കിട്ടാതിരിക്കാൻ അങ്ങനെ വിചാരിച്ചത്. അപ്പൊ അടുത്തതിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഷോപ്പ് ക്യാപിറ്റൽ മന്തി ഹൗസ്. ഗൈസ്, ക്യാപിറ്റൽ മന്തി ഹൗസ് കണ്ടിട്ടുണ്ട് നമ്മളെ. പക്ഷെ നമ്മൾ ഇതിലോട്ട് കേറിയിട്ടില്ല. ഞാനും കേറിയിട്ടില്ല, ഫസ്റ്റ് ടൈം. അപ്പൊ എവിടെ കഴിച്ചു നോക്കാൻ ഞാനും എക്സൈറ്റഡ് ആണ്. ഇത് പാക്കിംഗ് മന്തിയുടെ യൂണിവേഴ്സൽ പാക്കിംഗ് ആട്ടോ. ഈ ഒരു കവർ എന്താ ഈ കവർ കണ്ടാലേ എനിക്ക് മന്തി എന്നുള്ള ഫീലും വരത്തുള്ളൂ. ഓ, ഇത് കുറെ പാക്കറ്റ് ഉണ്ടല്ലോ. സലാഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ ഇത് വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. ഇത് ചിക്കൻ ആണ്. ടൊമാറ്റോ,
ഓ ചിക്കൻ്റെ അകത്ത് ഓയിൽ ഫസ്റ്റ് ഇംപ്രഷൻ വേറൊരു കളർ മഞ്ഞ കളർ, അതുപോലെ നല്ല ഓയിൽ നല്ല എണ്ണ ഇറങ്ങുന്നു. പക്ഷെ ഓയിലാണ് ഗൈസ്. നമുക്ക് അടുത്തേ ഇത് പൊട്ടിക്ക്. അതെ കത്രിക ഉണ്ടോ അവിടെ? ഞാൻ കടിച്ചാ പൊട്ടിക്കുന്നത്. വിരളൊക്കെ മാറ്റി വെഞ്ഞ് വെട്ടിയിടി ഞാൻ മന്തിക്കകത്ത്. തട്ടട്ടെ? ഓയിൽ ഒരു രക്ഷയില്ല കേട്ടോ. മതി 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 മതി. ഈ ചിക്കന്റെ ഓയിൽ അല്ലല്ലോ, ഒരു ആഡ് ചെയ്ത ഓയിൽ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ചിക്കൻ ഇത്ര ഓയിൽ ചിക്കൻ ഇത്ര ഓയിൽ ഇറങ്ങൂല, ആഡ് ചെയ്യുന്നതാ. ഇതും കൂടി പൊട്ടിക്കാം. ഇതെന്താ നോക്കാം. പാക്കിംഗ് കൊള്ളാം കേട്ടോ, പാക്കിംഗ് കൊള്ളാം. വെജിറ്റബിൾസ് ആവണം. മന്തി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈസ്? പിന്നെ വരെ മന്തി കഴിക്കാത്ത ആൾക്കാരുണ്ടോ? പിന്നെ മന്തി ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. കുക്കുംബർ ആട്ടോ, കുക്കുംബർ ഉപ്പിലിട്ടാ. അത് റൈസ് ടേസ്റ്റ് ചെയ്യാം. റൈസ് ടേസ്റ്റ് ചെയ്യും. തക്കാളി ചട്നി പൊട്ടിയിട്ട് ഞാൻ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുഴപ്പമില്ല, ആവറേജ് ആണല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല? എനിക്കൊരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ആവറേജ് ആണ്. പിന്നെ റൈസിന് വലിയ എണ്ണയില്ലെന്ന് തോന്നുന്നു, ചിക്കൻ എണ്ണ തോന്നിച്ചാലും. എണ്ണയുണ്ടോ? റൈസ് കുറച്ചൊരു കുക്ക്ഡ് അല്ലാത്ത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്ത് എനിക്ക് ഇല്ലേ? ചെയ്തെനിക്ക്. നമുക്കിനി തക്കാളി, ഇത് ഇച്ചിരി വെള്ളമാട്ടോ. റൈസ് കുറച്ചും കൂടി കുക്ക്ഡ് ആവാറുണ്ട് ഗൈസ്. നമ്മൾ ഈ കഴിച്ചതിൽ എല്ലാത്തിലും കൂടി റൈസ് കുറച്ചും കൂടി നമ്മൾ ഇച്ചിരി ഹാർഡായിട്ട് കടിക്കണം. ഇത് കൊള്ളാം, കുഴപ്പമില്ല. നമ്മൾ സാധാരണ കിട്ടുന്ന പോലെ തന്നെ, വലിയ എരിയില്ല. അത് കൊള്ളാം, അത് കൊള്ളാം. ഇനി ചിക്കൻ കഴിച്ചു നോക്ക്. ചിക്കൻ കൊള്ളാം. ലെഗ് വാടാ, എടാ വാടാ ഇങ്ങോട്ട്. അയ്യോ ലെഗ് വരാൻ പറഞ്ഞ ലെഗ് വന്ന്. കുരുമുളക് ഇച്ചിരി കാണാൻ ലുക്കില്ലേലും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ഇല്ലേ? കുരുമുളകിന്റെ എരി ഇച്ചിരി ഫ്രണ്ടിലോട്ടില്ലേ, അത് തിന്ന് കഴിഞ്ഞേ ഫീൽ ചെയ്യും. അല്ല എനിക്ക് കുഴപ്പമില്ല, എരി നോർമലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഉണ്ട്, എരി ഉണ്ട്. ആ ഒരു ഫ്ലേവർ കുരുമുളകിന്റെ ആണേ പറഞ്ഞുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അടിപൊളി, ഉപ്പിട്ട് കറക്റ്റ്. ചിക്കൻ കൊള്ളാം. നമുക്കത് കഴിച്ചതിൽ റൈസ് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഒരു ഇതായിട്ട് തോന്നുന്നത്. ചിക്കൻ ഓക്കെയാണ്. സോ മനസ്സ് കൂടുന്നില്ല. ഗെസ് ദ പ്രൈസ്. നെക്സ്റ്റ് പറയൂ. 190. 190. 200 രൂപയാണ് ഗൈസ്. ഗൂഗിൾ പേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. സോ മാർക്ക് കൂടി പറഞ്ഞു. ലാസ്റ്റ് മതിയോ? ഇനി വരുമല്ലോ. ഇനി ഇല്ല കേട്ടോ അധികം. ഇനി 2 കൂടി ഉള്ളു കേട്ടോ. 2 കൂടെ ഉണ്ട്. നമുക്കിത് ചോറ് മാത്രം അൺകുക്ക്ഡ് ആയത് കൊണ്ട് നമുക്ക് ചിക്കൻ അടിപൊളിയായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് വരെ തന്നിട്ടുണ്ട്. പാക്കിംഗ് കൊള്ളാം. ഐ തിങ്ക് നമുക്കൊരു 4 കൊടുക്കാം. അപ്പൊ 5 നമുക്കൊരു 4 സ്റ്റാർ. അടുത്ത കടയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പൊ 4-5 എത്ര തിന്നുമ്പോ ഒരു ബോധമില്ലല്ലോ. ഇനി 2 അല്ലേ ഉള്ളൂ. അപ്പൊ ഇനി 5ാമത്തെ. ഓക്കെ, അടുത്ത ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്നു. വില മാറ്റട്ടെ. ഇച്ചിരി തോനെയുള്ള പോലെ ഫീൽ ചെയ്യുന്നു. ആണല്ലേ, കളർഫുൾ ആയിട്ടുണ്ട്. ഇച്ചിരി ഉള്ളൊരു കുക്കുംബർ. കുക്കുംബർ ഉണ്ട്, മയണൈസ് ഉണ്ട്, ടൊമാറ്റോ ചട്നി ഉണ്ട്. മന്തിക്കകത്ത് തന്നെയാണ് ചിക്കൻ ഇട്ടിരിക്കുന്നത്. അയ്യോ, കടയുടെ പേര് പോകില്ലേ? ത്വയ്ബ മന്തി. അത് എവിടെന്നാന്നറിയോ? നമ്മളവിടെ മനസ്സിലായി. അപ്പൊ ഗൈസ്, ത്വയ്ബ മന്തി അതാണ് കട. പുതിയ കടയാന്ന് തോന്നുന്നു. പറയാൻ നല്ല ഗുമ്മുണ്ട് പേര്. പാക്കിംഗ് കൊള്ളാം. വെജിറ്റബിൾസും ഉണ്ട്. ഇതിനകത്ത് മിന്റ് കുരുമുളക്, പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ടാ. അതാ എന്തോ അരച്ചൊരു ഫീൽ വന്നത്. അത് വേറൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പൊ അതെല്ലാം ചോറ് ഇച്ചിരി ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇത് കഴിച്ചുകൂടി പൊളി സാധനം. ഒരു തൊണ്ടക്കതൊരു കിക്ക്. അയ്യോ, ഇത് വെറൈറ്റി സാധനം കൊള്ളാം കേട്ടോ. ലൈക്ക് ഇറ്റ്. നൈസ് നൈസ് നൈസ്. റൈസ് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ. ക്വാർട്ടർ ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാർട്ടർ ഇത്രയും റൈസ് ഉണ്ടോ? നമ്മൾ ആദ്യം വാങ്ങിയ ഹാഫിന്റെ എത്രയും ഉണ്ടെന്ന് തോന്നുന്നു. നല്ല നമ്മൾ ആദ്യം എടുത്തുകയും ചെയ്ത് റൈസ് കുറച്ച്, എന്നിട്ടും ബാക്കി എത്രയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഓരോന്നിന്റെ കൊണ്ടാട്ടിക്ക് പൊട്ടിച്ചു തരാം. തക്കാളി കൂട്ടി നോക്കും, മയണൈസ് കൂട്ടി നോക്കും, എല്ലാം കൂട്ടി കുഴച്ചടിച്ചു നോക്കും. നിങ്ങളുടെ മന്തി ഫ്രണ്ടിനെ ടാഗ് ചെയ്യുക ഗൈസ്. ഈ മന്തിക്ക് വേണ്ടി ഈ കട്ടക്കിട്ട് പോകുന്ന കൂട്ടുകാരന്മാരുണ്ട്. നമ്മളൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ പോയിരുന്നു. 3 പൊളി. വ്യക്തമായില്ല. 3 പൊളി. ചിക്കൻ ഞാൻ നിന്നില്ല. ചോറ് വന്നിട്ട് ഞാൻ ചിക്കൻ റൈസ് കഴിച്ചോട്ടെ. കറക്റ്റ് ഫ്ലേവർ, കറക്റ്റ് കുക്ക്. ഇതാണ് കറക്റ്റ് കുക്ക്. നമ്മൾ നേരത്തെ കഴിച്ചത് കുക്കായില്ല, റൈസ് പൊളി അല്ലേ? ചിക്കൻ കഴിച്ചോട്ടെ. കൊള്ളാം. എനിക്ക് ചിക്കൻ ഉപ്പ് കുറവാണെന്ന് ഒരു സംശയമുണ്ട്. ഉപ്പ് കുറവോ കൂടുതലാണോ? കുറവ് കഴിച്ചു നോക്കും. പക്ഷെ
നല്ല സോഫ്റ്റ് ആണ് അല്ലേ? ഫ്ലേവറും കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മൈനസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. മൈനസിന്റെ ഒരു ഇത് കൊള്ളാം. വേറൊരു ടേസ്റ്റ്. ചിക്കൻ കൊള്ളാം. ചിക്കൻ എനിക്ക് ഇച്ചിരി പേഴ്സണലി ഉപ്പ് കുറവില്ലേ? ഇച്ചിരി ഉപ്പ് കുറവ്. ചിക്കൻ മാത്രം കഴിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചോറും ആ ചട്നി ഇട്ട് ഇളക്കി കഴിക്കുമ്പോൾ കുഴപ്പമില്ല. വില കസി 200. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. 550. 550 ക്വാർട്ടറിൽ വാങ്ങിയേ. ഗൈസ് 200 ഗൈസ്. കറക്റ്റ് 200. കറക്റ്റ്. യുവർ കൺഗ്രാറ്റുലേഷൻസ്. അമ്മ വിളിച്ചല്ലോ. അമ്മയെ ചലഞ്ചിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന പറഞ്ഞിട്ട് ലാസ്റ്റ് പാവം അമ്പു സമ്മതിച്ചില്ല. എന്തുവാണ് അവിടെ ഒരു ശബ്ദം? ഇങ്ങനെയുണ്ടോ ചട്ടപ്പി? എനിക്ക് അമ്മ ഉണ്ടായത് കൊണ്ടാന്ന് തോന്നുന്നല്ലേ? നമ്മൾ അമ്മ ഇല്ലാതെ പിന്നെ വെച്ച് ചലഞ്ച് ചെയ്യും. സത്യം. ആരെങ്കിലും എടുക്കാൻ ഉണ്ടെങ്കിൽ ഭയങ്കര കുരുത്തക്കേടാ. അവന് വഴക്കുറന്ന് മനസ്സിലായി. ഇവനെ ഇവിടെ ഇരുത്താൻ പറ്റുന്നറിയോ? ഇത് മൊത്തവും അലമ്പും. ഇവിടെ ഇരുന്നു അമ്മ ഇരിക്കുന്നു. ഇതൂടാ കുരുത്തക്കേട്. ഇവിടെ നിന്നെ എടുക്കാൻ ആളുള്ളപ്പോഴാണ് ഇനി ഒന്നും കൂടെ ഉണ്ട് അമ്മ. ഉമ്മമ്മയ്ക്ക് പ്രൈസ് കിട്ടൂല്ലയോ? ചോറൊക്കെ വെന്തോ? ചോറിനൊക്കെ ഫ്ലേവർ ഉണ്ട്. വേവ് കുറവുണ്ട്. ആണോ? അമ്മക്ക് ഇച്ചിരി അപ്പൊ അമ്മയ്ക്ക് വേവാത്ത ചോറ് കൊടുത്തിരുന്നില്ലായിരുന്നു. ചിക്കനൊക്കെ വെന്തോ? ചിക്കനൊക്കെ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് എങ്ങനെ ഉണ്ട് ഓവറോൾ? നേരത്തെ കഴിച്ചതില് ഇതാണോ നല്ലത്? നേരത്തെ കഴിച്ചത്. ഇനിയിപ്പം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇത്രയും ചോറുണ്ട്. ചോറ് ഇച്ചിരി തോന്നുന്നു. ചോറ് നോക്കിയോ. ദേ അതിന്റെ കൂടെ മൈനസ് ഉണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഒട്ടും എരി എരിയാട്ടോ? ഇല്ല വലിയ എരിയൊന്നുമില്ല. എത്ര രൂപയുടെ മുതല് കാണും ഇതെല്ലാം കൂടെ? ഒരു തരം 300. ഞാൻ ഒരു ക്ലൂ കൂടെ തരാം. ക്വാർട്ടർ. അമ്മ റൈസ് കണ്ടിട്ട് ഹാഫാന്ന് വിചാരിക്കരുത്. ഇത് ക്വാർട്ടർ അല്ലല്ല, ഇത് ക്വാർട്ടർ ഉണ്ടോ? അവര് നമുക്ക് ഇച്ചിരി അധികത്തിൽ തന്നതാന്നേ ഉള്ളൂ. ഒരു തരം എന്നെങ്കിൽ 190. ഗൈസ് 200 ആട്ടോ. ഞാൻ കൊടുക്കാം 10 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. 300 പറഞ്ഞതാ. പിന്നെ അമ്മ വിചാരിച്ചത് ഹാഫ് ആണ്. ഞാൻ അതുകൊണ്ട് അത് എടുത്ത് പറഞ്ഞു. അപ്പം ഈ റൗണ്ടിൽ എന്റെ 200 400 രൂപ പോവുകയാണ്. കറക്റ്റ് 200 പറഞ്ഞു ഗൈസ്. ഇനി എന്തോ വേണം? 200 അടുത്ത റൗണ്ടിൽ വിളിക്കാം. ഇനി ഒരു റൗണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നോ ഗൈസ്. നമ്മള് മാർക്കിടുവാണ്. വൈവ മന്തി എത്രയാടാ? 4 കൊടുക്കാം. റൈസും ഉണ്ട്. പിന്നെ വിലയും കുറവാ. 5ല് 4 കേട്ടോ. അടുത്തത് എടുക്കാം. അടുത്ത അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം. അടുത്തത് എന്നാ പൊട്ടിച്ചോ. ബില്ലും ഉണ്ട്, വേറൊരു തുണ്ടും ഉണ്ട്. സത്യസന്ധരായിട്ടുള്ള കളിക്കാരാണ്. അടുത്തോട്ടിരുന്നോ. ചോറൊക്കെ തോനെയുണ്ടല്ലേ? അരിക്കൊന്നും വിലയില്ലെന്ന് തോന്നുന്നു. ക്വാർട്ടർ മന്തിയൊക്കെ വാങ്ങിച്ചാൽ 10 പേർക്ക് തിന്നാനുള്ള ചോറാ തരുന്നത്. എന്നിട്ട് അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ എക്സ്ട്രാ റൈസും തരും. നമ്മളാടാ ഇത്രയും ചോറ് കഴിക്കാത്ത. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു 2 പേരൊക്കെ വേണമെങ്കിൽ ഇത് ഫുള്ള് കഴിക്കും. ഫുഡ് കഴിക്കുന്നവരെ ചുമ്മാ അല്ലെങ്കിൽ മന്തിക്കട കയറി എല്ലാരും കൂടി മീൻസ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഫുഡിന്. തവി കൈ തട്ടിട്ടോ. അതൊക്കെ ആഡംബരം. ആദ്യം വരുന്ന തവിയൊക്കെ. ഇപ്പൊ തവിയില്ല, പാത്രവും ഇല്ല. കുറച്ചുകൂടി ചോറ് പൊട്ടിക്കോ. അത് അമ്മയ്ക്ക് മാത്രമല്ല, അമ്മ കൂടി കഴിക്കണം. മതി. ചിക്കൻ അതിനകത്തുണ്ട്. ചിക്കൻ കൂടി എടുത്തിട്ടോ. ഇതിനകത്ത് ഒരു പാക്കിംഗ് ഒക്കെ ഇതിനകത്താട്ടോ. ഇലഫ് ബൈ ഹോമീസ്. വ്യത്യസ്തപരമായിട്ടുള്ള. നമ്മൾ ആദ്യമായിട്ട് യു പ്രൊസീഡ്. ഇന്ദുടെ കൊടുത്തം കേട്ടവണ് ഇങ്ങനെ കടച്ചില് കടയുണ്ട്. ചോറൊക്കെ വെന്തോ? ഫ്ലേവർ അങ്ങനെ ഉണ്ട് ചോറിന്റെ? കൊള്ളാം. ചിക്കൻ കഴിച്ചു. അമ്മ ഭയങ്കര കുടുതൽ. നിന്റെ മൈക്ക് നീ എവിടെ പോയാലും കരയുന്ന കേക്ക്. അമ്പുവിനെ കൊണ്ട് പോയി അവൻ ചിരിക്കുന്നൊരു കള്ളൻ. ഊരിത്തെ കേട്ടവൻ. ചിക്കൻ എങ്ങനെയുണ്ട്? രണ്ടും കൊള്ളാമോ? കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളിയാണോ? ആദ്യം കഴിച്ചായിരുന്നു. ഇതിന് ഒരു പോക സ്മോക്കി ഫ്ലേവർ ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. മൃദുലക്കാം നീ കഴിക്കൂ. അല്ലെ അമ്മ വില കൂടെ പറഞ്ഞിട്ട് അമ്മ ഇല്ല, ഞാൻ മടക്കി വെച്ചേക്കോ വിലക്ക്. റൈസും അത്ര ഉണ്ട്, ഇത്ര സാധനങ്ങളും ഉണ്ട്. ഇത് കഴിച്ചു നോക്കിയല്ലോ. ഈ ചുമന്ന സാധനം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടത്തെ എരിയുണ്ടല്ലേ? കളർ നല്ല എരിയുണ്ട്. ഞാൻ നോക്കി ശ്രദ്ധിച്ചു. ഇത്രയും കിട്ടിയ കണക്കല്ല. നല്ല കളറുണ്ട്. നിങ്ങൾക്ക് അലപ്പ് കാരണം ഒരു പുല്ലും കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ വരുത്തപ്പെടുന്നത് ഭയങ്കര അലപ്പ. വില പറ. 200 രൂപ. ഓക്കെ, അമ്മ പറഞ്ഞ 200 രൂപയാണ്.
ഇപ്പൊ പറയത്തില്ല. അമ്മയ്ക്ക് പ്രൈസ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് അറിയിക്കാം. എന്നാ കൊണ്ടുപോക്കോ ഈ ചട്ടമ്പിയെ. എന്നെ നോക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിന്റെ വില അവർ കണ്ടുപിടിക്കാൻ വലിയ പാടില്ല കേട്ടോ. എന്തോ ചെറിയൊരു അമ്മ പറഞ്ഞല്ലോ ചെറിയൊരു, പക്ഷെ കൊള്ളാം. ഇച്ചിരി കൂടെ വെന്ത് പോയി കേട്ടോ. ഇത് ഇച്ചിരി വെന്ത് പോയി അരി. വെന്ത് പോയി. അമ്മയ്ക്ക് ചോറ് നല്ല വേവുന്ന ഇഷ്ടം. ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. ഈ ചമ്മന്തി വേറൊരു കളർ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിച്ചോട്ടെ. ഓ ഭയങ്കര എരി ഇതിന്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ചമ്മന്തി കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളി കേട്ടോ. ചമ്മന്തി കൂടെ ചേർത്ത് കഴിക്കാൻ വേറൊരു ടേസ്റ്റ്. ഇതുവരെ കഴിച്ച ചമ്മന്തി പോലെ അല്ലായിരുന്നു ഇത്. ഇതൊരു ഇച്ചിരി വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു സീരിയസ്ലി. അപ്പൊ ഏട്ടന് സ്മോക്കി ഫ്ലേവർ ആണ് ഇഷ്ടം. സ്മോക്കിയുടെ അല്ല, ഈ ചമ്മന്തി കൊള്ളാം. ചിക്കൻ കഴിച്ചോട്ടെ. അമ്മ പറഞ്ഞത് ഒരു പുകഞ്ഞ ഫീൽ ഉണ്ട് ചിക്കൻ. ചിക്കനാണ് പുകഞ്ഞ ഫീല്, ചോറിന് കുഴപ്പമില്ല. ചിക്കൻ ഒരു എന്താ പറയുന്ന ചിക്കൻ പുകഞ്ഞു പോയി ഗൈസ്. പുകഞ്ഞ ചിക്കൻ, പുകഞ്ഞു പോയി ചിക്കൻ. ചിക്കൻ ഒരു വ്യത്യാസമുണ്ട് ഇല്ലേ? ഉണ്ട്. യാ ഗസ്റ്റ് ദ പ്രൈസ്. മയണൈസ് കഴിക്കുന്നില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് മൈനസ് പോരാ, ഒട്ടും പോരാ. നമ്മള് ജെന്യുവനായിട്ട് പറയും മൈനസ് പോരാ. പക്ഷെ റൈസ് കൊള്ളാം. അതിന്റെ കൂടെ ഈ സാധനം ചമ്മന്തി, കാരണം അത് വേറെ അടുത്ത് കിട്ടുന്നല്ല സ്പൈസി. നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണല്ലോ. ഈ പുളിയെ കാട്ടിയും പുളി എരി ഉണ്ടെങ്കിൽ നൈസാണ്. അപ്പൊ പുളി എരിയും ചോറും കൂടി ഇളകി തിന്നുമ്പോ നല്ല ടേസ്റ്റ്. ഇത് ചോറിന്റെ കൂടെ ഇളക്കി തിന്നാ ചോറിന്റെ കൂടെ ഫ്ലേവറേ മാറി. സത്യം. ഞാനൊരു 210. ഈ റൗണ്ടിൽ ഗായ്സ് അമ്മ വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 199 രൂപ. 209. അയ്യോ സോറി കേട്ടോ ഗൈസ്, 209 കേട്ടോ. അയ്യോ മാറിപ്പോയി. എടാ ഇത് നോക്കിയടാ, സബ് ടോട്ടൽ നോക്കി. GST കൂടി ചേർത്ത് പോയി. ഞാൻ നേരത്തെ സെപ്പറേറ്റ് ബില്ലാണല്ലോ, അല്ലാണ്ട് 199 ആണ്. പക്ഷെ അല്ല, നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ നോക്കട്ടെ. 209 രൂപ ഗൈസ്. അപ്പൊ അമ്മ പറഞ്ഞത് 200. അപ്പൊ അമ്മയ്ക്ക് പ്രൈസ് ഉണ്ട്. എനിക്കും പ്രൈസ് ഉണ്ട്. ഞാൻ 210 പറഞ്ഞേ. എനിക്ക് ഒരു അയ്യോ സത്യം പറയുമ്പോ എനിക്ക് 3 എണ്ണത്തില് അമ്മയ്ക്ക് 2 എണ്ണം. അതെ, അലഞ്ഞ് തിരിഞ്ഞ് മന്തിയും വാങ്ങി പൈസ കൊടുത്ത് വെയിലും കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് കൊണ്ട് തന്ന് പൈസ ഓട്ടോ ഒരേ സാരമില്ല കേട്ടോ. പക്ഷേ ഇതിന് റേറ്റിംഗ് ഇടുകയാണെങ്കിൽ റൈസ് കൊള്ളാം. ചിക്കൻ തീരെ ഇത്ര അങ്ങോട്ട് രസിച്ചില്ല. 3.5 കൊടുക്കാം. 3.5 അല്ലെങ്കിൽ 3 കൊടുക്കാം. 3.5 കൊടുക്കാം. എനിക്ക് റൈസ് ഇഷ്ടപ്പെട്ടു, ചട്നി ഇഷ്ടപ്പെട്ടു. ചട്നിയുടെ പേരിൽ നിങ്ങൾ മാർക്ക് വാങ്ങിച്ചു. അപ്പോ ഞാൻ ഈ ഗൂഗിൾ പേ ചെയ്യട്ടെ. മൃദുലേക്ക് എത്ര എണ്ണമായിരുന്നു? എനിക്ക് 3 എണ്ണം. 3 എണ്ണത്തില് അതൊക്കെ ഓർമ്മയുണ്ട പ്രൈസ്? എല്ലാം 190 സംതിങ്. അപ്പൊ ഒരു 600 ഇട്ടോ. അമ്മ 2 എണ്ണം ശരിയാക്കി കേട്ടോ. 600 രൂപ GPay ചെയ്തിരിക്കുന്നു. മന്തിയും കിട്ടിയ പൈസ. ഇനി അടുത്ത ഉമാമുരുകൻ ഗൂഗിൾ പേ എടുക്കട്ടെ. ഉമാമുരുകൻ നിങ്ങൾ ഇങ്ങനെ ചലഞ്ച് ചെയ്യണേ. അമ്മ 199 പറഞ്ഞോ. 400. 400. അന്ത സത്തം കേട്ടോ. 400. അങ്ങനെ നമ്മൾ ഈ ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. 6 എണ്ണം ടേസ്റ്റ് ചെയ്തതിലും എനിക്ക് ടോപ്പ് തോന്നിയത് മന്തി കിങ്. ഫസ്റ്റ് കഴിച്ച മന്തി കിങ്. അതാണ് നമ്മളെ ഈ ഒരു. അവർക്ക് ഇപ്പൊ നമ്മള് 5 out of 5 കൊടുക്കും. കാരണം ബാക്കി എല്ലാം കഴിക്കുമ്പോ അല്ലെ നമ്മള് 4 പോയിന്റ് വേറെ ഒന്നിനൊക്കെ കൊടുത്തു. പക്ഷെ ഏറ്റവും ടോപ്പ് 5ല് 5 വരുന്നത് മന്തി കിങ് ആണ്. പിന്നെ സെക്കൻഡ് പ്രൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ വരും. കാരണം മന്തി മനസ്സിൽ വരും. പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചതില് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞത് സംസം. അത് ഷവായ് മന്തി ആയിരുന്നു. അതാണ് എനിക്ക് കഴിച്ചത്. ഷവായ് ഓക്കെ ആയിരുന്നു. റൈസിന് തീരെ ഫ്ലേവർ ഇല്ലാത്തൊരു വേറൊരു അല്ല. അപ്പൊ എനിക്ക് കഴിച്ചതില് പോയിന്റുകൾ ഒരു ആർക്കാണ് ലാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ സംസം പറയും. സോ അത്രയുള്ള കാര്യം നമ്മുടെ ഈ ഒരു ചലഞ്ചും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വീഡിയോ കാണുന്നവരേ ബൈ. നെക്സ്റ്റ് ചെയ്ത ചലഞ്ചാണ് നിങ്ങൾ കണ്ടിരുന്നേ. ഏത് ഫുഡ് ചെയ്യണോ?